അപ്പൊ നമ്മുടെ തേജുട്ടന് ഇത് എക്സാം തുടങ്ങിയിട്ടോ. അപ്പൊ അവന് ഉച്ചത്തേക്ക് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, സ്നാക്സ് ആയിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ എന്തെങ്കിലും. അപ്പൊ ഞാൻ രാവിലത്തേക്ക് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആയിട്ട് ഉണ്ടാക്കണത്. അതാവുമ്പോ അവന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാന്ന് കൂടി വിചാരിച്ചിട്ട്. അതാവുമ്പോ കുട്ടിക്ക് ഇഷ്ടമാണ്, കഴിച്ചോളൂ ഇരുന്നിട്ട്. പിന്നെ ചോറ് ഞാൻ അതിന് ശേഷമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ചായപ്പണിയുടെ ഇടയിൽ കൂടെ ആയിട്ടാ വെച്ചത്, അല്ലെങ്കിൽ ആദ്യം ചോറാലോ വെക്കുക. പിന്നെ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനുള്ള സബോള, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ല, അതൊക്കെ അരിഞ്ഞ് ഒപ്പം റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടത്. പിന്നെ ഉച്ചത്തേക്ക് കറി ഞാൻ തലേന്ന് തന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച നമ്മൾ മീൻകറി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇതേ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേജുവിനെ എനിപ്പിക്കാൻ വേണ്ടു, അവന് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം മാത്രം ചെയ്ത് വെച്ചിട്ട് പോയി. പിന്നെ ഉപ്പേരും കാര്യങ്ങളൊക്കെ അവൻ പോയിട്ട് ഉണ്ടാക്കാലോ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടാ. ഇന്ന് തേജുവിന് എക്സാം ആണ് കേട്ടോ. നേരെ എക്സാമാ, മാത്സ് എക്സാം ആണ് കേട്ടോ. പ്രാർത്ഥിക്കണം പാട്ടിയോട് അല്ലേ? പ്രാർത്ഥിച്ചോണ്ട് മാത്രമല്ല പഠിക്കണം. ഞാൻ കുളിച്ചിട്ട് പല്ല് വെച്ചിട്ട് വരാൻ പറയും. ടാറ്റാ. അങ്ങനെ അവനെ ധനിപ്പിച്ച് കൊടുന്ന ചടങ്ങ് അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്നും ഇതേട്ടാ തലയിലും മേത്തും മോത്തൊക്കെ നന്നായി എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടാണ് കുട്ടീനെ കുളിപ്പിക്കാറുള്ളൂ കേട്ടാ. എന്നാലാണ് അവനും ഒരു സുഖം ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ശീലിച്ചില്ലെങ്കിൽ ശരിയാവില്ല, വലുതായി മടിയനായി മാറൂട്ട് എണ്ണ തേക്കാൻ. അങ്ങനെ അവനെ ബാത്റൂമിൽ കൊണ്ടിരുത്തിയതിന് ശേഷം ഞാനിതേ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേ കുടഞ്ഞ് വിരിച്ചെടുത്തു. പിന്നെ കുട്ടീനെ വേഗം കുളിപ്പിച്ചിട്ട് ഇതേ കൊടുന്ന് ഇതേ ചായ കൊടുക്കാൻ ഇരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ ഇത് അവരുന്ന് കഴിച്ചോളി. അങ്ങനെ അവൻ ചായ കുടിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുളിയും കൂടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വേഗം പുറപ്പിടിക്കാട്ടോ. അങ്ങനെ പൗഡറും ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഐ ഡി കാർഡൊക്കെ പിന്നെ കുട്ടി ഇടും. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ പിള്ളേർക്ക് എക്സാം ആയി പോവാൻ മടി വിഷമൂല. ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാ. കാരണം എക്സാം അങ്ങോട്ട് കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിയില്ലോ, അതിന്റെ സന്തോഷം നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരു കുറിയും കൂടി അങ്ങോട്ട് തൊട്ടുകൊടുത്തോട്ടെ. ഇത് നമ്മുടെ മഞ്ഞപ്പൊടി ഇല്ലേ, അതുകൊണ്ടുള്ള കുറിയാണ് കേട്ടാ. അങ്ങനെ ഇതേ കുട്ടി അമ്പാട്ടീനെയൊക്കെ തൊഴുതിട്ട് നമ്മളിതേ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് എല്ലാ പുറപ്പാടും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ കുറച്ചേരല്ല കുറേ നേരം ഇത് ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ വണ്ടി വരേണ്ട ഏകദേശം സമയമായപ്പോൾ നമ്മളിതേ റോട്ടിക്ക് നിൽക്കുകയാണ്. അങ്ങനെ തേജുവിനെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷം വന്ന് നോക്കുമ്പോൾ വിൻഷേട്ടനും പോവാൻ പുറപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വിൻഷേട്ടൻ ഇന്ന് പാലക്കാട്ടേക്കായിട്ട് പോകുക. അപ്പോൾ കുറച്ച് നേരത്തെ വിൻഷേട്ടനും ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഞാനിതേ ചായ കുടിക്കായിരുന്നു കേട്ടോ. വേഗം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കുറുമക്കറിയൊക്കെ കൂട്ടി കഴിച്ചു. ഞാനിന്ന് ജിമ്മിന് പോകണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വിൻഷേട്ടൻ സ്കൂട്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇതേ കാഷ്ടിച്ചിരിക്കുന്നു. മയിലാണോ കാക്കിയാണോ കോഴിയാണോ എന്താണെന്നറിയില്ല കേട്ടോ. നല്ല ഭംഗിയിൽ കാഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് വണ്ടി എടുത്തിട്ട് പോയത്. എൻ്റെ പണി തുടങ്ങിയിട്ടാ. കുറേ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതേ കൊടുന്ന് തോരടാട്ടാ. പിന്നെ എനിക്കുള്ളത് അടിച്ചൊരു തുടയ്ക്കാന്നുള്ള പണികൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. പിന്നെ എനിക്ക് ചെറിയ വയറുവേനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.